വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബട്ടർഫ്ലൈ ഡിവൈൻ 111. നമുക്കൊരു റീഡിങ് ചെയ്യാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് പേഴ്സൺ നിങ്ങളെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, പേഴ്സണെ മനസ്സിൽ ഓർക്കുക. ഓട്ടം വന്നിരിക്കുന്നത് ഡെത്ത് കാർഡാണ്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവർക്ക് സ്നേഹം നൽകാനായിട്ടും അവർക്ക് കെയർ നൽകാനായിട്ടും ഒരുപാട് ആൾക്കാർ അവരുടെ ചുറ്റിനും ഉണ്ട്. കണ്ടില്ല, അവർക്ക് സ്നേഹമാണ്. ഈ കപ്പെന്ന് പറയുമ്പോൾ സ്നേഹമാണ്. അത് ഓഫർ ചെയ്യുകയാണ്. അവരെ ഇഷ്ടമുള്ളവരും അവർക്ക് സ്നേഹം കൊടുക്കാൻ താല്പര്യമുള്ളവരും അവരുടെ കൂടെ ഉണ്ട്. പക്ഷേ അവർക്ക് അതിലൊന്നും ഒരു താല്പര്യവുമില്ല. അവർക്ക് ആ കപ്പ് കാണുകയും വേണ്ട, ഒന്നും വേണ്ട. അവർ ആകപ്പാടെ വിഷമത്തിലാണ്. അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ്. അവർക്ക് നിങ്ങളെന്ന കപ്പാണ് ആവശ്യം. പക്ഷേ ഇതൊക്കെ അവർ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് അടുത്തതും വന്നേക്കുന്നത് എന്താണ്? 6 ഓഫ് കപ്പാണ് വന്നേക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ 6 ഓഫ് കപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു സക്സസിൻ്റെ കാർഡാണ്. അവർ ആഗ്രഹിക്കുന്നത് അവരാഗ്രഹിക്കുന്ന സ്നേഹം അവർക്ക് വേണമെന്നാണ് അവരാഗ്രഹിക്കുന്നത്. ആ സ്നേഹം അവർ മറ്റൊരാൾക്ക് കൊടുക്കുക. അത് നിങ്ങളാണ്. ഈ 6 ഓഫ് കപ്പ് എന്ന് പറയുന്ന വ്യക്തി, 6 ഓഫ് കപ്പ് സക്സസിൻ്റെ കാർഡാണ്. ഇത് നിങ്ങൾക്ക് അങ്ങനെ ഒരു കപ്പ് നൽകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ അവർ കാണുന്നത് ഒരു എംപ്രസ് ആയിട്ടാണ്. അതായത് എല്ലാം തികഞ്ഞ സൗന്ദര്യവും സമ്പത്തും എല്ലാം തികഞ്ഞ ആരോഗ്യവും എല്ലാം തികഞ്ഞ ഐശ്വര്യമുള്ള പ്രോസ്പെരിറ്റിയുള്ള നല്ലൊരു ലേഡി ആയിട്ടാണ്, അവരെല്ലാം തികഞ്ഞ നല്ലൊരു വ്യക്തിയായിട്ട് തന്നെ അവർ നിങ്ങളെ കാണുന്നു. പക്ഷെ നിങ്ങളെ അപ്രോച്ച് ചെയ്താൽ നിങ്ങൾ അവരെ റിജക്റ്റ് ചെയ്യുമോ എന്നൊരു കൺഫ്യൂഷനാണ് ഈ 2 ഓഫ് പെൻറ്റക്കിൾസ് കാണിക്കുന്നത്. അവർ ജഗ്ല് ചെയ്യുകയാണ്. അവർക്ക് മാനസികമായിട്ട് വളരെ ഒരു ജഗ്ലിങ് സിറ്റുവേഷനാണ്. അതായത് നിങ്ങളെ അപ്രോച്ച് ചെയ്താൽ അത് ഉറപ്പായിട്ടും നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യും, അവരെ അംഗീകരിക്കും എന്നൊരു ചിന്ത അവർക്കില്ല. അവർക്ക് പിന്നെയും ഓപ്ഷൻസ് ഉണ്ട്. കണ്ടില്ലേ, ഈ പെൻറ്റക്കിളും ഒരു ഓപ്ഷനാണ്. പക്ഷെ അവർ നോക്കുന്നത് ഈ പെൻറ്റക്കിളിലൂടെയാണ്. കണ്ടില്ലേ, അവർക്ക് 2 പെൻറ്റക്കിളുണ്ട്. ജഗ്ലിങ് സിറ്റുവേഷനാണ്. എന്നാലും അയാൾ ഒരു പെൻറ്റക്കിള് കണ്ടില്ലേ, ഒരു കൈ കൊണ്ട് മറ്റേ പെൻറ്റക്കിള് താങ്ങിയിട്ടുണ്ട് എങ്കിലും അയാൾ നോക്കുന്നത് ഈ പെൻറ്റക്കിളിലോട്ടാണ്. അപ്പോൾ അയാൾക്ക് ഓപ്ഷനുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ അവർ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തേക്കുന്നത് നിങ്ങളിലേക്ക് ആകുന്നു. നോക്കിക്കുക, അടുത്തതും ഏസ് ഓഫ് പെൻറ്റക്കിളിൻ്റെ കാർഡാണ്. ഏസ് ഓഫ് പെൻറ്റക്കിൾ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം തരണം. നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കവുമായിട്ട് നിങ്ങളിലേക്ക് വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇവിടെയും കണ്ടില്ലേ, ആ നീല വാട്ടർ കണ്ടില്ലേ, ഇതെന്താണ്? ഇമോഷണലാണ്. അവർ ഇമോഷനായിട്ടാണ് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത്. നിങ്ങളിലേക്കൊരു പുതിയ തുടക്കവുമായിട്ട് വരണം എന്നവർ ആഗ്രഹിക്കുന്നു. പേജ് ഓഫ് സോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സന്തോഷ വാർത്ത. അവർ നോക്കുന്നത് നിങ്ങളെയാണ്. കണ്ടില്ലേ, നിങ്ങളെയാണ് അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ദ ഹെറഫൻ്റ് ആണ്. ഹെറഫൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഹെറഫൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് മതപരമായ രീതിയിൽ
മതപരമായ രീതിയിൽ അങ്ങനെ നിങ്ങളെ ഒരു മാരേജ് ചെയ്യണമെന്നാണ് അവരുടെ ആഗ്രഹം. ഇതിപ്പോൾ അതല്ല, നിങ്ങൾ 2 റിലീജിയൻ കാസ്റ്റൊക്കെ ആണെങ്കിൽ തന്നെയും അവർക്ക് മതപരമായ രീതിയിൽ എല്ലാവരും അംഗീകരിക്കുന്ന രീതിയിൽ എന്താണ് ഇതൊരു ഹറഫൻ്റ് എന്ന് പറയുമ്പോൾ ഒരു പുരോഹിതനാണ്. അപ്പം അങ്ങനെ എല്ലാവരും അംഗീകരിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി ഒന്നാകണം, നിങ്ങളെ സ്വന്തമാക്കണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അടുത്തത് നോക്കിയേ, വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ടോ? ഇതിൽ കൂടുതലൊരു കാർഡ് എന്ത് വേണം? ലാസ്റ്റ് നമുക്ക് കിട്ടിയ കാർഡ് ഏതാണ്? വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഏറ്റവും അതായത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു മാറ്റം, മനസ്സിലായില്ലേ? അതായത് വീൽ ഓഫ് ഫോർച്യൂൺ മാറ്റം വരികയാണ്, നിങ്ങളിലേക്ക് ഭാഗ്യം വരികയാണ് അല്ലേ? നിങ്ങളിലേക്ക് ഫോർച്യൂൺ വരികയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പോൾ എന്തെങ്കിലും സങ്കടത്തിലും പ്രയാസത്തിലും ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരികയാണ്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. പിന്നെ ബോട്ടം കാർഡ് നോക്കിയേ, ഡെത്താണ്. ഡെത്ത് എന്താണ്? ഡെത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് അവസാനിക്കുന്നു, തുടങ്ങുന്നു. കണ്ടില്ലേ, ഇവിടെ ഒരാൾ മരണപ്പെട്ടു, കണ്ടില്ലേ, അയാൾ മരിച്ചു കിടക്കുകയാണ് ഇവിടെ. അപ്പോൾ തന്നെ ഇവിടെ ഒരു കുട്ടി പുനർജനിക്കുന്നതാണ്. അപ്പോൾ ഡെത്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സങ്കല്പം എന്താണ്? പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ അല്ലേ? അപ്പം ഒരെണ്ണം അവസാനിച്ചിട്ട് പുതിയ തുടക്കവുമായിട്ട് ഡെത്ത് കാർഡ്, അതായത് പുതിയ തുടക്കം നിങ്ങൾക്ക് ഉണ്ടാകുന്നു. ഒന്നും അവസാനിച്ചിട്ടില്ല, ഈ ബന്ധം അവസാനിച്ചു എന്ന് നിങ്ങൾ ചിന്തിച്ചാലും ബന്ധം അവസാനിച്ചിട്ടില്ല, ഇനിയും ഒരുപാട് ദൂരം ഇത് പോകാനുണ്ട്. ഇതാണ് ഇന്നത്തെ റീഡിങ്. താങ്ക് യു.